Hi all, welcome to Competitive Cracker. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട SCRT ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അതായത് കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് ഇത് എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, എന്തൊക്കെയാണ് പഠിക്കാൻ യൂസ് ചെയ്യേണ്ട സോഴ്സസ്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ സിലബസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ വരുന്ന അതായത് ആ ഓരോ ടോപ്പിക്സും പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സ് യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞാൻ കുറച്ചധികം SCRT ചാപ്റ്റേഴ്സിനെ ലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അതായത് നമ്മുടെ സിലബസിൽ നമുക്ക് ഭരണഘടന എന്ന ഭാഗത്ത് നിന്നും പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഒന്ന് ഒരു പൗരന്റെ കടമകളും അതുപോലെ തന്നെ കർത്തവ്യങ്ങളും എന്ന ഭാഗം, കർത്തവ്യങ്ങളും അവകാശങ്ങളും എന്ന ഭാഗം നമുക്ക് സിലബസിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിലബസിൽ ഭരണഘടനയുടെ ഭാഗത്തു നിന്ന് പഠിക്കാനുള്ളത് ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങളുമാണ്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ആ ഒരു സെക്ഷൻ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട SCRT ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കുറച്ചധികം ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഭരണഘടനയ്ക്കൊരു മുഖവുര 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 9ാമത്തെ ചാപ്റ്ററാണ് ഭരണഘടനയ്ക്കൊരു മുഖവുര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും. അപ്പം ഈ ഒരു സെക്ഷനിലൊക്കെ ഈ രണ്ട് ചാപ്റ്റേഴ്സിലായിട്ട് നിങ്ങൾക്ക് ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ ഈ 2 ചാപ്റ്റേഴ്സിലായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 5 ആണ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ പഴയ 9ാം ക്ലാസ്സിലെ അതായത് ഓൾഡ് SCRT ടെക്സ്റ്റ് ബുക്ക് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ആണ് ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഈ 2 ചാപ്റ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഒരു പൗരന്റെ അതായത് പൗരന്റെ കടമകളും കർത്തവ്യങ്ങളും അവകാശങ്ങളും കൃത്യമായിട്ടും പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ 2 ചാപ്റ്റേഴ്സ് ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോഷ്യൽ സയൻസിലെ 2 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഒന്ന് 8ാം ക്ലാസ്സിലെയും ഒന്ന് പഴയ 9ാം ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് ആണ്. അടുത്തത് 9ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ 4 സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ തന്നെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 7 ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ വിവിധ കമ്മീഷനുകൾ, അതായത് വിവിധ കമ്മീഷനുകളെ പറ്റി പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക്. ഈ ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഭരണഘടനയെ പറ്റിയിട്ട് കൃത്യമായിട്ടും ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ പഠിച്ചെടുക്കാൻ വളരെ യൂസ്ഫുൾ ആകുന്ന ചാപ്റ്ററുകളാണ് ഈ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ സോഷ്യൽ സയൻസിന്റെ പാർട്ടിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ കൃത്യമായിട്ടും ഈ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ടും ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ ഭരണഘടന എന്നൊരു സെക്ഷൻ വൃത്തിയിൽ തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗത്ത് സിലബസിൽ കൊടുത്തിരിക്കുന്നത് അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ തുടങ്ങിയവയാണ് നമ്മുടെ സിലബസിൽ കിടക്കുന്ന പോർഷൻസ് എന്ന് പറയുന്നത്. ആ ഒരു പോർഷൻസിന് വേണ്ടി നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റാണ് ഈ കിടക്കുന്നത്. ഒന്ന് 7ാം ക്ലാസ്സിലെ നമ്മുടെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 6 ആയിട്ടുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇന്ത്യൻ സബ് കോണ്ടിനെന്റുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ഒരു ചാപ്റ്ററിലുണ്ട്. പിന്നെ വരുന്നത് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 7, ചാപ്റ്റർ 8 ഇതൊക്കെ നമുക്ക് SS2ലാണ് കാണാൻ പറ്റുന്നത്. സോഷ്യൽ സയൻസ് സെക്കൻഡ് പാർട്ടിലാണ് നമുക്ക് ഈ ചാപ്റ്റേഴ്സ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ചാപ്റ്റർ 1 ആയിട്ടുള്ള ലോകത്തിന്റെ നെറുകയിൽ, ചാപ്റ്റർ 2 വിശാല സമതല ഭൂവിൽ, ചാപ്റ്റർ 3 ഭൗമചരിത്രം മുറങ്ങുന്ന പീഠഭൂമി, ചാപ്റ്റർ 7 മണലാരണ്യത്തിലൂടെ, ചാപ്റ്റർ 8 തീരങ്ങളിലൂടെ. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷനുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ജോഗ്രഫിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു സോഴ്സ് തന്നെയാണ് ഈ ടെക്സ്റ്റ് ബുക്ക്, ഈ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, കൃത്യമായിട്ടും ഈ ചാപ്റ്റേഴ്സിൽ കൂടി കടന്നു പോവുക. അപ്പം അതിന്റെ മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു സെക്ഷനിൽ ഈ ചാപ്റ്റേഴ്സിലൂടെ കടന്നുപോയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. അടുത്തത്
നമുക്ക് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അല്ലെങ്കിൽ മറ്റ് ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് സോഴ്സസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ നാടറിയാം, അതുപോലെ തന്നെ ക്ലാസ് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ആയിട്ടുള്ള നാടറിയാം, അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 ആയിട്ടുള്ള നട്ടു നനയ്ക്കാം നന്മകൾ ചെയ്യാം, ഇവിടെ നിന്നൊക്കെ കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് മാത്രം നിങ്ങൾക്കൊന്ന് എക്സ്ട്രാ റീഡിംഗ് പോലെ വായിച്ചു പോകാവുന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫാക്ച്വൽ ആയിട്ട് റാങ്ക് ഫയൽ പോലുള്ള പുസ്തകങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരള ജോഗ്രഫി, മറ്റു ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാവുന്നതാണ്. ഇനി 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 4 നീതിയിലേക്ക് എന്ന ചാപ്റ്ററാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ നമ്മുടെ ഹിസ്റ്ററിയുടെ സെക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 8 ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന ഭാഗം. അതായത് നമുക്ക് കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പം, കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട്. കേരള ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 8 ആയിട്ടുള്ള ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന ചാപ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചാപ്റ്ററാണ് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 12 ആയിട്ടുള്ള ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന് പറയുന്നത്. ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന് പറയുന്ന ചാപ്റ്ററും നിങ്ങൾക്ക് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് റെഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അഡീഷണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ പഴയ SCERT ടെക്സ്റ്റ് ബുക്ക് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ആയിട്ടുള്ള കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ചാപ്റ്ററും കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ റെഫർ ചെയ്ത് പോവാവുന്നതാണ്. ഇനി നമുക്ക് കേരളത്തിലെ തന്നെ നമുക്ക് യൂറോപ്യൻസിന്റെ ഭാഗങ്ങളുണ്ട്. ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെക്ഷനാണ് യൂറോപ്യൻസിന്റെ ഭാഗങ്ങൾ. യൂറോപ്യന്മാരുടെ കടന്നുവരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ബ്രിട്ടീഷേഴ്സിന്റെ വരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വരുന്ന ഭാഗമാണല്ലേ. അപ്പൊ ആ ഒരു സെക്ഷനിൽ നമുക്ക് കൃത്യമായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ക്ലാസ് 8ാം ക്ലാസ്സിലെ നമ്മുടെ സോഷ്യൽ സയൻസ് പാർട്ടിൽ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും എന്ന ഭാഗം. ഇവിടെ നമുക്ക് നമ്മുടെ റിവോൾട്ട് ഓഫ് 1857 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് റിവോൾട്ട് ഓഫ് 1857 1857 വിപ്ലവം കൃത്യമായിട്ട് പഠിച്ചു വെക്കാനുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സെക്ഷനിൽ നമുക്ക് പഠിക്കേണ്ട ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യ സമയത്തെ നമ്മുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടും പഠിച്ചു വെക്കാനുണ്ട്. അപ്പൊ ആ ഒരു സെക്ഷനിൽ നമുക്ക് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്നുള്ള ഭാഗവും, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം, ഈ 2 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ ആ ഒരു ടൈം പീരീഡിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. സ്വാതന്ത്ര്യത്തിന്റെ ടൈം പീരീഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. സോ 10ാം ക്ലാസ്സിലെ SS സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 7 ആയിട്ടുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന ഭാഗം കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ പറ്റി പഠിക്കാനുള്ള ഏറ്റവും നല്ല സോഴ്സ് തന്നെയാണ് 10ാം ക്ലാസ്സിലെ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു സെക്ഷനാണ് ജീവശാസ്ത്രം, അതുപോലെ തന്നെ പൊതുജന ആരോഗ്യം, രോഗങ്ങളും രോഗകാരികളും പരിസ്ഥിതി തുടങ്ങിയ ഭാഗങ്ങളൊക്കെ മറ്റൊരു സെക്ഷനിൽ കൃത്യമായിട്ടും പഠിക്കാനുള്ളതാണ്. അപ്പൊ ആ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് റെഫർ ചെയ്യേണ്ട ബയോളജിയിൽ റെഫർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും SCERT ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള ദഹനവും പോഷക സംവഹനവും എന്ന ചാപ്റ്റർ ആണ്. അപ്പം ഡൈജഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഈ ഒരു സെക്ഷനിൽ കൃത്യമായിട്ടും ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്റർ 4 ആയിട്ടുള്ള ചലനത്തിന് പിന്നിൽ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ സെക്ഷനിൽ കൃത്യമായിട്ടും പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള
ബയോളജിയിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള സംവേദങ്ങൾക്ക് പിന്നിൽ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് സംവേദങ്ങൾക്ക് പിന്നിൽ എന്നുള്ളത്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ജീവന്റെ ജനിതകം എന്ന ചാപ്റ്ററും ബയോളജി ജീവശാസ്ത്രത്തിന്റെ സെക്ഷനിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ബയോളജി സെക്ഷനിൽ വരുന്ന ചാപ്റ്റർ 4 ജീവികളിലെ രാസസംവേദനം. അപ്പൊ ഈ ചാപ്റ്റേഴ്സുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബയോളജിയുടെ സെക്ഷനിൽ കൃത്യമായിട്ടും റെഫർ ചെയ്താൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട്, രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിരവധി ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. ആ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6ാം ക്ലാസ്സിലെ ജനറൽ സയൻസിൽ വരുന്ന ചാപ്റ്റർ 1 ആയിട്ടുള്ള ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന ഭാഗം. ഈ ഒരു ഭാഗത്തിൽ നമുക്ക് വൈറ്റമിൻസും കാര്യങ്ങളും ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ നമ്മുടെ സയൻസിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന ഭാഗം. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 ആയിട്ടുള്ള വൈവിധ്യങ്ങളുടെ സൗന്ദര്യം. 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്റർ 6 ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലൈഫ് സയൻസ് പഠിക്കാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് പഠിക്കുക. ഇനി രോഗങ്ങളും രോഗകാരികളും എന്ന സെക്ഷനിൽ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ ആ ഏരിയാസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. 5ാം ക്ലാസ്സിലെ സയൻസിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ എന്ന ചാപ്റ്റർ. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്റർ 5 ആയിട്ടുള്ള പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്ന ചാപ്റ്റർ. പിന്നെ പഴയ 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള ബയോളജിയിലെ ചാപ്റ്റർ 4 അകറ്റി നിർത്താം രോഗങ്ങളെ. പിന്നെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 ആയിട്ടുള്ള പ്രത്യുൽപാദന ആരോഗ്യം. അപ്പം നമുക്ക് ഈ ഒരു സെക്ഷനിൽ രോഗങ്ങളും രോഗകാരികളും പ്രധാനപ്പെട്ട ആരോഗ്യപരമായ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ കൃത്യമായിട്ടും ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്റർ സെക്ഷനിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, രോഗങ്ങളും രോഗകാരികളും എന്ന ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആ ഒരു സെക്ഷൻ കൃത്യമായിട്ട് തന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉപയോഗിച്ച് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷോർട്ടായിട്ട് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ കെമിസ്ട്രിയിലേക്ക് വരാം. കെമിസ്ട്രിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്നത്. അപ്പം ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ സിലബസിൽ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള ആറ്റത്തിന്റെ ഘടന എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ആ ഒരു ഭാഗം പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് ലോഹങ്ങളും അലോഹങ്ങളും എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി ചാപ്റ്റർ 6 ആയിട്ടുള്ള ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന ചാപ്റ്റർ ആ ഒരു സെക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് മൂലകങ്ങളും സംയുക്തങ്ങളും. അപ്പം നമുക്ക് ഇവിടെ എന്തുണ്ട്, നമ്മുടെ കെമിസ്ട്രിയിലെ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി ചാപ്റ്റർ 5 ആയിട്ടുള്ള മൂലകങ്ങളും സംയുക്തങ്ങളും നിങ്ങൾക്ക് ഇവിടെ റെഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പീരിയോഡിക് ടേബിൾ എന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസിൽ കൃത്യമായിട്ടും പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ. അടുത്തത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ആ ഒരു ഭാഗം പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു ഏരിയയാണ് സംയുക്തങ്ങളുമായി ബന്ധപ്പെട്ട ഏരിയാസ്. അപ്പം അവിടെ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ചാപ്റ്റർ 7 ആയിട്ടുള്ള വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ എന്ന ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള പദാർത്ഥ കണികകളുമായി ബന്ധപ്പെട്ടുള്ള ഏരിയാസിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 15 ആയിട്ടുള്ള പദാർത്ഥങ്ങളുടെ രസതന്ത്രം എന്ന ഭാഗം. അപ്പൊ ഈ സെക്ഷനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രസതന്ത്രം എന്ന ഭാഗത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫിസിക്സിലേക്ക് വരാം. ഫിസിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും പഠിക്കാനുള്ളത് പ്രവൃത്തിയും ഊർജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ടും സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്റർ 6 ആയിട്ടുള്ള പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും എന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവിധ ഊർജ്ജ സ്രോതസ്സുകളെ പറ്റി പഠിക്കാനാണെങ്കിൽ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 സയൻസിലെ ചാപ്റ്റർ 6 നോക്കിയാൽ മതിയാകും. അവിടെ ഊർജ്ജ സ്രോതസ്സുകൾ എന്നുള്ള ഒരു യൂണിറ്റ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താപവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സിലബസിൽ കിടപ്പുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 7ാം ക്ലാസ്സിലെ സയൻസിലെ ചാപ്റ്റർ 6 ആയിട്ടുള്ള താപം നിത്യജീവിതത്തിൽ എന്ന ഭാഗം നിങ്ങൾക്ക്
പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചലനവും ന്യൂട്ടന്റെ ചലന നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ടും ചോദിച്ചു വരുന്നുണ്ട്. സോ ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള ചലനവും ബലവും എന്ന് പറയുന്നത്. ചലനവും ബലവും. അപ്പൊ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഫിസിക്സിലെ ചാപ്റ്റർ 2 ചലനവും ബലവും കൃത്യമായി തന്നെ പഠിച്ചു പോവുക. ചലനവും ബലവും ചലനത്തിന്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മർദ്ദം എന്ന് പറയുന്നത്. മർദ്ദത്തെ പറ്റി പഠിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള മർദ്ദം എന്ന് പറയുന്നത്. പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. സോ ആ ഏരിയയിൽ നിങ്ങൾക്ക് പ്ലവക്ഷമ ബലം നമ്മുടെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫിസിക്സിലെ ചാപ്റ്റർ 5 ആയിട്ടുള്ള പ്ലവക്ഷമ ബലം എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ടും ചലന നിയമങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൃത്യമായിട്ടും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അഡീഷണൽ റീഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചാപ്റ്ററാണ് 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ആയിട്ടുള്ള ചലനം നിത്യജീവിതത്തിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള ഫിസിക്സിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള ചലന സമവാക്യങ്ങൾ കൃത്യമായും തന്നെ പഠിച്ചു പോവുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അടുത്തത് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 ഗുരുത്വാകർഷണം. ഇതൊക്കെ ഫിസിക്സിലെയാണ്. ഫിസിക്സിലെ ചാപ്റ്റർ 4 ഗുരുത്വാകർഷണം എന്നതാണ്. അപ്പം നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള SCERT യൂണിറ്റുകളുടെ ലിസ്റ്റാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഫുള്ളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ SCERT ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഈ SCERT ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായിട്ട് തന്നെ ഈ യൂണിറ്റുകളെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. ഈ ഒരു സെക്ഷൻ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെയായിരിക്കും കൃത്യമായിട്ടും ചോദ്യങ്ങൾ വരുന്നത്. ഈ ഓരോ ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ ഒരു ഏരിയാസ് കൃത്യമായി തന്നെ പഠിച്ചു പോവുക. അപ്പം നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു. ഏകദേശം 3000-ലധികം വേക്കൻസീസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. 7ാം ക്ലാസ് ആണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പം ഈ ഒരു കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ SCERT ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ SCERT യൂണിറ്റുകൾ ഓറിയന്റഡ് ആയിട്ട് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സിലബസ് കവറേജും മെന്റർഷിപ്പ് സപ്പോർട്ടും എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്